നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. റബ്ബർ വില കുതിക്കുന്നു, മാർക്കറ്റിൽ ഷീറ്റിന് ക്ഷാമം. റബ്ബർ വിലയിൽ വീണ്ടും കുതിപ്പ്. RSS 4 ഗ്രേഡിന് 238 രൂപയും 5-ാം ഗ്രേഡിന് 234 രൂപയിലേക്കും വില ഉയർന്നു. ഇന്നലെ മാത്രം കിലോയ്ക്ക് 2 രൂപയുടെ വർധനവാണ് ഉണ്ടായത്. ഇന്നലെ 242 രൂപയ്ക്ക് ഡീലർമാർ ഷീറ്റ് വാങ്ങി. ബാങ്കോക്ക് വില 257 രൂപ വരെയും ഉയരത്തിലായതിനാൽ ആഭ്യന്തര വില ഇനിയും ഉയരുമെന്നാണ് സൂചന. ഷീറ്റ് റബ്ബറിന് കടുത്ത ക്ഷാമം നേരിടുന്ന സാഹചര്യത്തിൽ അടുത്ത ആഴ്ച കിലോയ്ക്ക് 250 രൂപ വരെയും കടന്ന് പുതിയ റെക്കോർഡ് കുറിക്കുമെന്നാണ് ഡീലർമാർ പറയുന്നത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധി തുടരുന്ന സാഹചര്യത്തിൽ ഇറക്കുമതിയിൽ കുറവുണ്ട്. മാത്രമല്ല, മഴ വൈകുന്നതിനാൽ അടുത്ത മാസം ടാപ്പിംഗ് പുനരാരംഭിക്കില്ല. നന്നായി മഴ പെയ്യാതെ പുതിയ സീസണിലെ ടാപ്പിംഗ് തുടങ്ങിയാൽ ഉൽപ്പാദനം നാമമാത്രമായിരിക്കും. ചൂടും ഉഷ്ണവും കഠിനമായി തുടരുന്നതിനാൽ ടാപ്പിംഗ് കൂലി പോലും റബ്ബറിൽ നിന്ന് കിട്ടാനുള്ള സാഹചര്യം ഉണ്ടാകില്ല. മെയ് അവസാനം കാലവർഷം നന്നായി പെയ്തു തുടങ്ങിയ ശേഷമേ ഇക്കൊല്ലം ടാപ്പിംഗ് പുനരാരംഭിക്കാൻ കർഷകർ താൽപ്പര്യപ്പെടുന്നുള്ളൂ. യുദ്ധ സാഹചര്യത്തിൽ പ്ലാസ്റ്റിക്കിനും പശയ്ക്കും വില കൂടിയതോടെ മഴമറയിടാനുള്ള ചെലവ് മുൻ വർഷത്തേക്കാൾ 30% അധികമാണ്. രാസവള വില വർധനവും കർഷകർക്ക് ഭാരിച്ച ബാധ്യതയാണ്. തോട്ടത്തിലെ കാട് വെട്ടിത്തെളിച്ച് ടാപ്പിംഗ് സുരക്ഷിതമാക്കാനും വലിയ ചെലവുണ്ട്. 2024 ഓഗസ്റ്റിലാണ് ഇതിനു മുമ്പ് വില കിലോയ്ക്ക് 248 രൂപയിലേക്ക് ഉയർന്നത്. അന്ന് 255 രൂപയ്ക്ക് വരെയും വ്യാപാരം നടന്നു. ക്രൂഡ് ഓയിൽ വില കൂടിയത്, ജപ്പാനീസ് കറൻസിയുടെ ഇടിവ് തുടങ്ങിയ മറ്റ് ഘടകങ്ങളും വില ഉയരാൻ കാരണമായി. ചെറുകിട കർഷകരുടെ കൈവശം ഷീറ്റ് ഒട്ടും തന്നെ സ്റ്റോക്കില്ലാത്തതിനാൽ നിലവിലെ വില മെച്ചം കൊണ്ട് നേട്ടമില്ല. റബ്ബർ വിലയിലെ ഉയർച്ചയുടെ നേട്ടം ഷീറ്റ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന വൻകിട തോട്ടം ഉടമകൾക്കും പ്രമുഖ ഡീലർമാർക്കും മാത്രമാണുള്ളത്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ പറയുന്നത് റബ്ബർ വില 250 രൂപ കടക്കുമെന്നാണ്. അപ്പോൾ വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അപ്പോൾ കർഷകർ റബ്ബർ ടാപ്പിങ്ങിന് അടുത്ത മാസമേ ഉത്സാഹം കാണിക്കുകയുള്ളൂ എന്ന്, ടാപ്പിംഗ് തുടങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇപ്പോൾ വില കൂടിയ സമയത്ത് ഉടൻ തന്നെ എല്ലാവരും ടാപ്പിംഗ് ആരംഭിക്കുമെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ വില കൂടിയ സാഹചര്യം എല്ലാവരും മുതലാക്കാനേ നോക്കുകയുള്ളൂ. അപ്പോൾ ഈ വില കൂടിയ സമയത്ത് എല്ലാവരും ടാപ്പിങ്ങിനായിട്ട് ഉത്സാഹിക്കും. അപ്പോൾ വിദഗ്ധരായിട്ട് ആൾക്കാർ പറയുന്നത് നല്ല മഴ പെയ്ത് തണുത്തതിന് ശേഷം മാത്രമേ അവർ ടാപ്പിംഗ് ചെയ്യാനായിട്ട് ഇറങ്ങുകയുള്ളൂ എന്നാണ്. അപ്പോൾ വില കൂടിയില്ലായിരുന്നെങ്കിൽ അങ്ങനെ ആയിരിക്കും. പക്ഷേ ഇപ്പം വില കൂടിയ സമയത്ത് ഇപ്പോൾ ടാപ്പിങ്ങിന് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ നോക്കിയിരിക്കുകയാണ്. മഴ പെയ്തെടുത്തെല്ലാം ചെറുതായിട്ട് ടാപ്പിംഗ് തുടങ്ങിയിട്ടുണ്ട്. പ്രതികൂല കാലാവസ്ഥയിൽ റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചതിനാൽ വിപണികളിൽ ചരക്ക് വരവ് കുറവാണ്. വ്യവസായികൾ 4-ാം ഗ്രേഡ് കിലോയ്ക്ക് 240 രൂപയ്ക്കും 5-ാം ഗ്രേഡ് 235 രൂപയ്ക്കും വാങ്ങി. തായ് വിപണിയായ ബാങ്കോക്കിൽ ഷീറ്റ് വില ഉയർന്നു. ജപ്പാനിൽ റബ്ബർ അവധി വില കിലോ 400 യെന്നിലേക്ക് കയറി. വെളിച്ചെണ്ണ കൊപ്ര വിലയിൽ ചാഞ്ചാട്ടമില്ല. കുതിച്ചു ചാടി ഏലയ്ക്ക. കുരുമുളക് സംഭരിക്കാൻ അന്തർ സംസ്ഥാന വ്യാപാരികൾ ഉത്സാഹിച്ചെങ്കിലും ഹൈറേഞ്ചിൽ നിന്നും മറ്റു ഭാഗങ്ങളിൽ നിന്നും വിൽപ്പനക്കാർ കുറഞ്ഞത് വാങ്ങലുകാരെ അസ്വസ്ഥരാക്കി. ഉൽപ്പാദന മേഖലകളിലെ സ്റ്റോക്കിസ്റ്റുകൾ വൻ വില മോഹിച്ച് ചരക്ക് പിടിക്കുന്നതും ലഭ്യത കുറച്ചു. അൺഗാർബിൾഡ് മുളക് കിലോ 701 രൂപയായി ഉയർന്നു വ്യാപാരം നടന്നു. അതേസമയം വിയറ്റ്നാം മാർക്കറ്റിൽ ഉൽപ്പന്ന വിലയിൽ ഇന്ന് നേരിയ കുറവ് സംഭവിച്ചെങ്കിലും ഇതര ഉൽപ്പാദന രാജ്യങ്ങൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ അവരുടെ നിരക്കിൽ മാറ്റം വരുത്തിയില്ല. ഉൽപ്പാദകർ കൊപ്ര, പച്ചത്തേങ്ങ നീക്കം നിയന്ത്രിച്ചത് നാളികേര ഉൽപ്പന്നങ്ങളുടെ വിലയിടിവിനെ താൽക്കാലികമായി പിടിച്ചു നിർത്തി. കൊച്ചിയിൽ വെളിച്ചെണ്ണ, കൊപ്ര വിലകൾ സ്റ്റഡി നിലവാരത്തിൽ നീങ്ങി. തെരഞ്ഞെടുപ്പ് മൂലം തമിഴ്നാട് വിപണി ഇന്ന് പ്രവർത്തിച്ചില്ല. ഉൽപ്പാദന മേഖലയിൽ ഇന്നലെ 2 ലേലങ്ങളിലായി മൊത്തം 1,80,000 കിലോ ഏലക്കയാണ് വിൽപ്പനയ്ക്ക് ഇറങ്ങിയത്. ചരക്ക് സംഭരണത്തിൽ കയറ്റുമതിക്കാരും ആഭ്യന്തര വാങ്ങലുകാരും പരസ്പരം മത്സരിച്ചതോടെ മികച്ച ഇനങ്ങളുടെ വില കിലോയ്ക്ക് 6,024 രൂപയായി ഉയർന്നു. കൊറോണ കാലയളവിന് ശേഷം ആദ്യമായാണ് ഏലക്ക ഇത്തരത്തിൽ ഒരു കുതിച്ചുചാട്ടം കാഴ്ചവെക്കുന്നത്. ശരാശരി ഇനങ്ങൾ കിലോ 2,675 രൂപയിൽ കൈമാറി. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിപണി വിശേഷങ്ങൾ. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തണം. ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.